ഒരിടവേളയ്ക്ക് ശേഷം ദിലീപ് വക്കീൽ കുപ്പായത്തിലെത്തുന്ന ചിത്രമാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. ദിലീപ് കഥാപാത്രങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ജനഹൃദയങ്ങൾ കീഴടക്കാറുണ്ട്. ഒടുവിലിറങ്ങിയ കമ്മാരനാണെങ്കിലും ഇപ്പോഴും ഹിറ്റാണ്. എന്നാൽ ബാലൻ വക്കീൽ അല്പം വ്യത്യസ്തനാണ്. ചിത്രത്തിന്റെ ആദ്യ പകുതി വിലയിരുത്തുമ്പോൾ തന്നെ ഹാസ്യത്തിൽ പൊതിഞ്ഞ നിമിഷങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. സംസാര വൈകല്യമുള്ള ബാലൻ വക്കീലും കോടതിയിലെ അയാളുടെ കേസ് വാദവും ജീവിതവും പ്രമേയമാക്കിയാണ് ചിത്രത്തിന്റെ ട്രെയിലറും ഗാനവും ചിട്ടപ്പെടുത്തിയത്. ആ പ്രതീക്ഷകൾക്കൊത്ത തുടക്കമാണ് ചിത്രം നൽകുന്നത്. അതിമാനുഷികത്വമോ ഭയങ്കര സ്റ്റൈലൻ ഇൻട്രോയോ ഇല്ലെങ്കിലും ബാലൻ വക്കീൽ വളരെ മനോഹരമായാണ് അരങ്ങേറുന്നത്. വിക്കുള്ള ബാലൻ വക്കീലായി ദിലീപ് ചിരിപ്പിക്കുമെങ്കിലും ആദ്യ കേസ് തന്നെ ഒരക്ഷരം പറയാതെ ജയിക്കുന്നതോടെ ബാലൻ വക്കീലിന്റെ റേഞ്ച് മാറിമറിയുകയാണ്. പക്ഷേ അവിടെ വാദി പ്രതിയാക്കപ്പെടുകയാണ്. ദ ഫിലിം സ്റ്റാർ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ചാന്തുപൊട്ട്, സൗണ്ട് തോമ, തിളക്കം, പച്ചക്കുതിര, കുഞ്ഞിക്കൂനൻ തുടങ്ങി ദിലീപിന്റെ ഏറെക്കുറെ എല്ലാ ചിത്രങ്ങളിലും എന്തെങ്കിലും കുറവുകളെ അതിജീവിക്കുന്ന നായകനായാണ് എത്താറുള്ളത്. ബാലൻ വക്കീലും അത്തരത്തിലുള്ളതാണ്. അപമാനങ്ങൾക്കും കളിയാക്കലുകൾക്കുമിടയിൽ കേസിൽ അപ്രതീക്ഷിത വിജയം നേടിയാണ് ബാലൻ വക്കീൽ മറ്റുള്ളവരെ നിശബ്ദരാക്കുന്നത്. അജു വർഗീസ് ദിലീപിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് ആദ്യ പകുതിയിൽ. ട്രെയിലറിൽ കാണുന്നത് പോലെ സിദ്ദിഖ് വളരെ ഉന്മേഷവാനായ, വളരെ രസികനായ ദിലീപിന്റെ അച്ഛനായാണ് എത്തുന്നത്. അരികെ, മൈ ബോസ്, ടു കൺട്രീസ് എന്നീ സിനിമകൾക്കു ശേഷം ദിലീപ്, മമത മോഹൻദാസ് എന്നിവർ ഒന്നിക്കുന്ന ചിത്രത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായ എക്സ്ട്ര, കായംകുളം കൊച്ചുണ്ണി എന്നിവയ്ക്ക് ശേഷം ആനന്ദും ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. മമതയുടെ കഥാപാത്രമായ അനുരാധയ്ക്ക് കഥയിൽ ഒരുപാട് ചെയ്യാനൊന്നുമില്ലെങ്കിലും ഉള്ളത് വളരെ വൃത്തിയോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ബാലൻ വക്കീലിന്റെ അബദ്ധം മമതയുടെ കഥാപാത്രത്തിനെ കുഴപ്പത്തിലാക്കുന്നു. കുറച്ച് വൈകാരികവും ട്വിസ്റ്റ് നിറഞ്ഞ രണ്ടാം പകുതിയും ചിരിയുടെ മാലപ്പടക്കങ്ങളുണ്ട്. ഒപ്പം ആക്ഷനും ത്രില്ലിംഗ് രംഗങ്ങളും അകമ്പടിയുണ്ട്. ദിലീപ് കഴിഞ്ഞ 2 ചിത്രങ്ങളിലെയും വിജയം ബാലൻ വക്കീലിലും ആവർത്തിക്കുകയാണ്. വിക്കനായ കഥാപാത്രമായി മാറാൻ ദിലീപ് വളരെയധികം റിസർച്ചുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായി തന്നെ ആ കഥാപാത്രത്തെ ദിലീപ് അവതരിപ്പിച്ചു. ടെക്നിക്കൽ വശങ്ങളിൽ പുതുമയൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കഥയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ അതെല്ലാം അണിയറ പ്രവർത്തകർ കൈകാര്യം ചെയ്തിരിക്കുന്നു. സംഗീതവും അതിമനോഹരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഗോപി സുന്ദറും രാഹുൽ രാജും ചേർന്നാണ് ചിത്രത്തിൽ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ആക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് രാം ലക്ഷ്മൺ, സ്റ്റണ്ട് ശിവ, മാഫിയ ശശി, സുപ്രീം സുന്ദർ എന്നിവരാണ്. അഖിൽ ജോർജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ബാലൻ വക്കീലിനായി. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.